ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലൈൻ ഷോവാൾട്ടറുടെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് ആണ്. എലൈൻ ഷോവാൾട്ടറുടെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന പ്രബന്ധം ഫെമിനിസ്റ്റ് സാഹിത്യ വിമർശനത്തിലെ ഒരു സുപ്രധാന രചനയാണ്. പുരുഷ കേന്ദ്രീകൃത സാഹിത്യത്തെ വിമർശിക്കുന്നതിനപ്പുറം സ്ത്രീകളുടെ എഴുത്തിനെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയാണ് ഈ പ്രബന്ധം ചെയ്യുന്നത്. പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫെമിനിസ്റ്റ് വിമർശനത്തിൻ്റെ രണ്ട് തരം, അതായത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. ഷോവാൾട്ടർ ഫെമിനിസ്റ്റ് വിമർശനത്തെ രണ്ട് പ്രധാന സമീപനങ്ങളായി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക്, അതായത് വുമൺ ആസ് എ റീഡർ, അതായത് വായനക്കാരിയായ സ്ത്രീ, വുമൺ ആസ് റീഡർ. ഓക്കെ, ഇത് പുരുഷന്മാർ എഴുതിയ സാഹിത്യത്തിൽ സ്ത്രീകളെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കുന്നതാണ്. സ്റ്റീരിയോ ടൈപ്പുകൾ, പാർഷ്യാലിറ്റി, പുരുഷ നിർമ്മിത സാഹിത്യ ചരിത്രത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നിവയൊക്കെ ഇത് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പെടുന്ന രണ്ടാമത്തതാണ് ഗൈനോക്രിറ്റിക്സ്, അതായത് വുമൺ ആസ് റൈറ്റർ, എഴുത്തുകാരിയായ സ്ത്രീ. ഈ ഒരു കാര്യത്തിനാണ് ഷോവാൾട്ടർ, അതായത് ഗൈനോക്രിറ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത്. സ്ത്രീകളുടെ രചനകളെ വിശകലനം ചെയ്യാൻ ഒരു പുതിയ നിയമാവലി അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് ഇത് നിർദ്ദേശിക്കുന്നുണ്ട്. അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, സാഹിത്യ രീതികൾ, എഴുത്തിൻ്റെ പ്രത്യേക ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ്, അതായത് പശ്ചാത്തലങ്ങൾ എന്നിവയെല്ലാം ഇതിലാണ് ഉൾപ്പെടുന്നത്. ഒരു സ്ത്രീ സാഹിത്യ പാരമ്പര്യം, അതായത് ഒരു സ്ത്രീയുടെ കഴിവുകൾ പ്രചോദിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടൊരു സാഹിത്യ ട്രഡീഷൻ, അവർക്കായിട്ടൊരു സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ട്രഡീഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ ആശയം നോക്കാം നമുക്ക്. പുരുഷ മാതൃകകളെ നിരാകരിക്കുക, അതായത് നിലവിലുള്ള പുരുഷ സാഹിത്യ സിദ്ധാന്തങ്ങളെ, അതായത് സൈക്കോ അനാലിസിസ്, സ്ട്രക്ചറലിസം പോലുള്ളവയൊക്കെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിലവിൽ നിൽക്കുന്ന പുരുഷ സാഹിത്യ സിദ്ധാന്തങ്ങളെ വെറുതെ സ്വീകരിക്കുകയോ മാറ്റി എഴുതുകയോ ചെയ്യുന്നതിന് പകരം സ്ത്രീകളുടെ അനുഭവങ്ങളെയും ചരിത്രത്തെയും അടിസ്ഥാനമാക്കി സ്വന്തമായ സിദ്ധാന്തങ്ങളും മാതൃകകളും വികസിപ്പിക്കണമെന്ന് ഷോവാൾട്ടർ വാദിക്കുകയാണ്. അതായത് പണ്ടുള്ള ഓരോ റൈറ്റേഴ്സ്, മെയിൽ റൈറ്റേഴ്സിൻ്റെ ഇതിലൊക്കെ സ്ത്രീകളെ കുറച്ച് കാണുന്ന രീതിയിലുള്ള രചനകൾ ഉണ്ടാവുമെങ്കിൽ അത് മാറ്റി എഴുതാതെ അല്ലെങ്കിൽ വെറുതെ സ്വീകരിക്കാതെ അതിന് പകരം സ്ത്രീകളുടെ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരുടെ അനുഭവങ്ങളും ചരിത്രത്തെയും അടിസ്ഥാനമാക്കിയിട്ട് സ്വന്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളും മാതൃകകളും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഷോവാൾട്ടർ വാദിക്കുന്നത്. പുരുഷ വീക്ഷണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം ഇത് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതായത് പുരുഷന്മാർ ഇതുവരെ അവരുടെ കണ്ണിലൂടെ കണ്ടിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുകയാണ് ഷോവാൾട്ടർ. മൂന്നാമത്തെ കാര്യമാണ് സ്ത്രീകളുടെ എഴുത്തിൻ്റെ 3 ഘട്ടങ്ങൾ, അതായത് 3 ഫേസസ് ഷോവാൾട്ടർ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളുടെ സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രപരമായ പുരോഗതി ഷോവാൾട്ടർ ഇതിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഫെമിനിൻ ഫേസാണ്. 1840 മുതൽ 1880 വരെയുള്ള കാലയളവിലാണ് ഈ ഒരു ഫെമിനിൻ ഘട്ടം എന്നറിയപ്പെടുന്നത്, അതായത് ഫെമിനിൻ ഫേസ് എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷ മാനദണ്ഡങ്ങളും സാഹിത്യ രീതികളുമാണ് സ്വീകരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പുരുഷ എഴുത്തുകാരുമായി വൈജ്ഞാനിക സമത്വം നേടാനാണ് അവർ ശ്രമിച്ചത്. അതായത് പുരുഷന്മാർ എഴുതിയ ഒരുപാട് റൈറ്റിങ്സ് പുരുഷന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനോട് സിമിലാരിറ്റീസ് തോന്നുന്നു, അല്ലെങ്കിൽ അതിനെ ആ ഒരു രീതികളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ അവരുടെ രചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ ഫേസാണ് ഫെമിനിസ്റ്റ് ഫേസ്. 1880 മുതൽ 1920 വരെയാണ് ഈ ഒരു ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷ മൂല്യങ്ങളെയും സാഹിത്യ രീതികളെയും സജീവമായി എതിർക്കാൻ തുടങ്ങി. അതായത് പുരുഷന്മാരുടെ പക്ഷം, അതായത് റൈറ്റേഴ്സായിട്ടുള്ള പുരുഷന്മാരുടെ പക്ഷത്തെ, അവരുടെ രീതികളെയൊക്കെ തന്നെ എതിർക്കാൻ തുടങ്ങി ഈ ഒരു ഫേസിൽ.
സ്ത്രീകളുടെ അവകാശങ്ങളും മൂല്യങ്ങൾക്കും വേണ്ടി വാദിക്കുകയും സ്ത്രീകളുടെ സ്വയംഭരണത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുകയും ചെയ്തു. അതായത് റൈറ്റേഴ്സ് എന്നത് പോട്ടെ, പൊതുവായിട്ട് തന്നെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെ എതിർക്കാനായിട്ട് ഈ ഒരു ഫേസ് ആരംഭിച്ചു. അടുത്ത മൂന്നാമത്തേതാണ് ഫീമെയിൽ ഘട്ടം, അതായത് ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നത് 1920 മുതൽ ഇപ്പോഴൊക്കെ തുടർന്നു വരുന്നത് ഈ ഒരു കാലഘട്ടം തന്നെയാണ്, ഈ ഒരു ഫേസ് തന്നെയാണ്. ഈ ഘട്ടത്തെ സ്വയം കണ്ടെത്തൽ എന്നാണ് ഷോവാൾട്ടർ വിശേഷിപ്പിക്കുന്നത്. അതായത് സ്ത്രീകൾ അനുകരണത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും മാറി. അതായത് മുന്നേ 2 കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആ പുരുഷന്മാരെ അനുകരിക്കുകയായിരുന്നു, രണ്ടാമത്തത് അവരുടെ രീതികളെ പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ സ്വന്തം സ്ത്രീപരമായ അനുഭവങ്ങളെ സ്വയംഭരണ കലയുമായ ഉറവിടമായി സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതായത് സ്ത്രീകൾ അനുകരണത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും മാറി സ്വന്തം സ്ത്രീപരമായ അനുഭവങ്ങളെ സ്വയംഭരണ കലയുടെ ഉറവിടമായിട്ട് സ്വീകരിക്കുന്നു. അതായത് നേരത്തെ ഷോവാൾട്ടർ ആവശ്യപ്പെട്ടതുപോലെ അവനവൻ്റെ, അതായത് സ്ത്രീകളുടെ എക്സ്പീരിയൻസ്, വിഷയങ്ങൾ ആസ്പദമാക്കി അത് തന്നെയാണ് അവരുടെ കലയുടെ ഉറവിടം എന്നവർ മനസ്സിലാക്കി അതൊരു ഉറവിടമായിട്ട് സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അവർ പുതിയ രൂപങ്ങളും സാങ്കേതിക വിദ്യകളും കണ്ടെത്തുകയും സ്ത്രീകളുടെ എഴുത്തിനെ പുരുഷന്മാരുടെ എഴുത്തിൽ നിന്ന് വേർതിരിച്ചറിയുകയും ചെയ്യുന്നു. അതായത് അവരുമായിട്ട് കണക്ട് ചെയ്യാതെ, അതായത് മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ മെയിൽ റൈറ്റേഴ്സിനെ കണക്ട് ചെയ്യാതെ അവരുടേതായിട്ടുള്ളൊരു സ്പേസ്, അതായത് ഫീമെയിൽ റൈറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തിരിച്ചറിയുന്നു എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു ഫീമെയിൽ ഫേസിൻ്റെ അകത്ത്. 4ാമത്തെ പോയിൻ്റാണ് സാംസ്കാരിക കാഴ്ചപ്പാടിൻ്റെ പ്രാധാന്യം. അതായത് ഫെമിനിസ്റ്റ് വിമർശനത്തിൽ, അതായത് ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ ഒരു സാംസ്കാരിക കാഴ്ചപ്പാടിൻ്റെ ആവശ്യകത ഷോവാൾട്ടർ ഊന്നി പറയുന്നുണ്ട്. സ്ത്രീകളുടെ എഴുത്ത് അവരുടെ പങ്കിട്ട സാംസ്കാരിക അനുഭവങ്ങളാണ്, അതായത് അവർക്ക് ഉണ്ടായിരുന്ന കൾച്ചറൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് എങ്ങനെ രൂപപ്പെടുന്നു, അതൊക്കെ കൊണ്ട് അവരുടെ കൾച്ചറൽ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ സ്ത്രീകളുടെ അനുഭവങ്ങളുടെ വൈവിധ്യം, അതായത് ജാതി, വർഗം, ദേശീയത എന്നിവ പരിഗണിച്ച് സ്ത്രീകളുടെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു കൂട്ടായ ധാരണ ഉയർത്തിയെടുക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നത് സ്ത്രീകളെ പുരുഷാധിപത്യ സാഹിത്യ ലോകത്ത് എങ്ങനെ കണക്കാക്കപ്പെടുന്നു എന്നതിൽ നിന്ന് മാറി സ്ത്രീകൾ എങ്ങനെ എഴുതുന്നു, അവരുടെ സ്വന്തം അർത്ഥവത്തായ സാഹിത്യ പാരമ്പര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്നു, അതുവഴി ഒരു സ്ത്രീ കാവ്യശാസ്ത്രം, അതായത് ഫീമെയിൽ പോയറ്റിക്സ് എങ്ങനെ രൂപപ്പെടുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ഒരു ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്നത്.